തമിഴ്നാട് ഇന്ന് പോളിംഗ് ബൂത്തിലാണ്. ഒപ്പം പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ട പോളിംഗും ഇന്ന് തന്നെയാണ്. തമിഴ്നാട്ടിൽ രാവിലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വലിയ തിരക്കായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയവർ ചെന്നൈയിൽ വോട്ട് രേഖപ്പെടുത്തി. எப்படி ஜனநாயக கடமை ஆற்றிருக்கணும், அதே மாதிரி தமிழ்நாட்டு வாக்காளர்கள் தன்னுடைய ஜனநாயக கடமையை முறையாக ஆற்ற வேண்டும், தவறாமல் ஜனநாயக கடமை ஆற்ற வேண்டும் என்று நான் வாக்காளர்கள் எல்லாம் அன்போடு கேட்டுக்கொள்கிறேன். நல்ல கருத்துன்னு சொல்லியிருக்கிறேன், நல்ல கருத்து தான். ஒரே நான் சொல்கிறேன், தமிழ்நாடு வெல்லும். സേലത്തെ സിലുവംപാളയത്ത് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി വോട്ട് ചെയ്തു. TVK അധ്യക്ഷൻ വിജയ് ചെന്നൈ വെയിൽ ഇന്റർനാഷണൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. തമിഴകത്തിന്റെ തലൈവർ രജനീകാന്ത് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ആരാധകർ വളഞ്ഞു. ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് കോളേജിലെ പോളിംഗ് ബൂത്തിലായിരുന്നു രജനിക്ക് വോട്ട്. നടൻ ജയറാമും കുടുംബവും ചെന്നൈ വത്സരവാക്കം ലാമെക്സ് സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അതെനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു സേ ഇറ്റ് ഔട്ട് സൈഡ്, ബട്ട് ഐ ഹോപ്പ് അപ്പ പറഞ്ഞ പോലെ ആൾക്കാർ ആഗ്രഹിക്കുന്ന ആ ഒരു ചേഞ്ച് വരട്ടെ ആഗ്രഹിക്കുന്നു. താങ്ക് യു. കമൽ ഹാസൻ, അജിത് വിക്രം, ശിവകാർത്തികേയൻ, ഖുശ്ബു തുടങ്ങിയ താരങ്ങളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇതിനിടെ തമിഴ്നാട്ടിൽ പോളിംഗ് സമയം 2 മണിക്കൂർ നീട്ടണമെന്നാവശ്യപ്പെട്ട് വിജയ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും തത്സമയം വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി, സൂര്യഗായത്രി, ഷാരിഖ് നവാസ്, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ. ആദ്യം മനേഷ് മൂർത്തിയിലേക്കാണ്. മനേഷ്, നല്ല പോളിംഗ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനം എത്തുന്നുണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പോളിംഗ് ആരംഭിച്ചിട്ട് ഏതാണ്ട് 5 മണിക്കൂറിലേക്ക് അടുക്കുകയാണല്ലോ. അനുജ, 11 മണി വരെയുള്ള പോളിംഗ് ശതമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് 37.56 നല്ല പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യത്തെ 4 മണിക്കൂറുകളിൽ 37.56% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലായിടങ്ങളിലും പരമാവധി എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ തന്നെ വലിയ നിര, വോട്ടർമാരുടെ വലിയ നിരയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വത്സരവാക്കത്തെ ലാമക് എന്ന് പറയുന്ന സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അല്പസമയം മുമ്പ് ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. ഇവിടെ ആളുകൾ വെയിലായതുകൊണ്ട് ഇവിടെ തണലത്തേക്കൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അവരുടെ അവസരം വരുമ്പോൾ ലൈനിലേക്ക് കയറി അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ആ രീതിയിലാണ്. അപ്പോൾ പോളിംഗ് കുറയുന്നു എന്നല്ലെങ്കിൽ പോളിംഗ് കുറച്ച് വൈകുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ സൂചനകളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ അതെന്തായാലും പോളിംഗ് ശതമാനത്തിലേക്ക് വരുമ്പോൾ അതെന്തായാലും ആ തരത്തിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വിജയ് പലയിടങ്ങളിലേക്കും, തമിഴക വെട്രി കഴകത്തിൻ്റെ അധ്യക്ഷൻ വിജയ് ഒരു പരാതി അല്ലെങ്കിൽ ഒരു കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പലയിടങ്ങളിലും ചെന്നൈ ഉൾപ്പെടെയുള്ള കേന്ദ്രീകൃതമായ നഗരമേഖലകളിലെ ബസ് സ്റ്റാൻഡുകളിൽ നിറയെ ആളുകൾ വോട്ട് ചെയ്യാനായി പലയിടങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ രാജ്യത്തിൻ്റെ പുറത്തു നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ എത്തിയ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പോകാൻ ബസ് സൗകര്യം ഒരുക്കിയിട്ടില്ല. അത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു വീഴ്ചയാണ്. മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് സംശയമുണ്ട്. ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ബൂത്തുകളിൽ അല്ലെങ്കിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഈ മേഖലകളിൽ 2 മണിക്കൂർ കൂടി സമയം ദീർഘിപ്പിച്ച് നൽകണം എന്നാണ് ഇലക്ഷൻ കമ്മീഷന് വിജയുടെ ഒരു കത്ത് എന്തായാലും നൽകിയിരിക്കുന്നത്. രാവിലെ മുതൽ, അതായത് ഏകദേശം ഒരു 11 മണിയോട് കൂടി
കൂടി തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഈ പറഞ്ഞ ആക്ടേഴ്സ് ആണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും ഒക്കെ ഒരു വലിയ സന്ദേശം തന്നെ ജനങ്ങൾക്ക് നൽകുന്നത് പരമാവധി വേഗത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല. ഒരു 11 മണിക്ക് കഴിഞ്ഞ് നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. കമൽഹാസൻ, രജനീകാന്ത്, വിജയ്, അങ്ങനെ എല്ലാവരും, മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി, അങ്ങനെ തുടങ്ങി എല്ലാ പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ, അതായത് ഏകദേശം ഒരു 10 മണിക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് എന്തായാലും ഒരു നല്ല സന്ദേശം, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്നൊരു കാര്യം എന്തായാലും ജനങ്ങൾക്ക് നൽകുന്നുമുണ്ട്. പോളിംഗ് ശതമാനം എന്തായാലും വലിയ തോതിൽ ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതുച്ചേരിയിലെ പോളിംഗ് ശതമാനം 90% മുകളിലായിരുന്നു ഇത്തവണത്തേത്. അതിൻ്റെ ഒരു അവകാശവാദം വിജയ്, TVKയുടെ ഒരു കടന്നുവരവാണ്. TVKയുടെ ഒരു അവകാശവാദം വിജയ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും വിജയ് പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം TVKയുടെ കടന്നുവരവാണ്. അത് TVKയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള വോട്ട് വർധനവാണ് എന്ന് വിജയ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യ 4 മണിക്കൂറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തുന്നത്. അനുജ, അതെ, 37% എന്നുള്ളതാണ് ആദ്യ 4 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ. ഇപ്പോൾ 5 മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ ആ പോളിംഗ് ശതമാനം ഉയരും. ഔദ്യോഗികമായുള്ള കണക്ക് വരാനിരിക്കുന്നു. അല്പസമയം മുൻപാണ് ചെന്നൈ വത്സരവാക്കത്ത് ലാമെക്സ് സ്കൂളിൽ ജയറാമും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത്. ജയറാമിന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്, കേൾക്കാം. എനിക്ക് തോന്നുന്നു ഒരു 38-നും 40-നും ഇടയ്ക്ക് ഡിഗ്രി ചൂടുണ്ടാവണം. പക്ഷെ ആ പൊള്ളുന്ന വെയിലും നോക്കി എത്ര നേരമാണ് ആളുകൾ ക്യൂ നിന്ന് അവരുടെ ആ വോട്ട് രേഖപ്പെടുത്തുന്നത്. വളരെ നല്ല കാര്യമാണ്, സന്തോഷം തോന്നുന്ന കാര്യമാണ്. പ്രായം നോക്കാതെ പ്രായമുള്ളവരും 10-70-80 വയസ്സുള്ളവരും ചെറിയ ആദ്യ വോട്ടുള്ളവർ, ഇപ്പോൾ എൻ്റെ മരുമോള് ഫസ്റ്റ് വോട്ടാണ് താരണിക്ക്. അപ്പോൾ അവരും എല്ലാം ഒരേ ആവേശത്തോടു കൂടി ഇത്ര ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.